Hi streamers, I am Shravan Satya from Aepiens team. We will study KIP up. Very easy flip. That's intro. Video. KIP up is loading, compression, shooting, extension, and landing. These three drills. KIP up is body process loading. Shoot in the process loading in the energy store in energy release actually keep up. Loading the point in the back roll back roll completely chain back roll halfway kai place hand placement correct wrong at place push correct method kai side light position പകരം നമ്മൾ മാറ്റിയിട്ട് ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടില്ല. അടുത്ത ലെഗ് പൊസിഷൻ ആണ്. ലെഗ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും എടുത്തിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ രണ്ട് ഷോൾഡറിലേക്ക് ആയിട്ട് ചെവിയുടെ ഭാഗത്തായിട്ട് കാൽമുട്ട് എത്തണം. സാധാരണ ആൾക്കാർ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ കാൽമുട്ട് ഒരിക്കലും ചെവിയുടെ അടുത്തേക്ക് എത്തില്ല, ഫേസിന്റെ സൈഡിലേക്ക് എത്തില്ല. പകരം നമ്മുടെ നെഞ്ചിലേക്കോ അല്ലെങ്കിൽ ചിന്നിന്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് ഷൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഫുൾ പവർ ഷൂട്ടിങ്ങിന്റെ പവർ നമുക്ക് കിട്ടില്ല. അത് റോങ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അപ്പോൾ എപ്പോഴും ലെഗ് വിട്ടേക്ക് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ മൂക്കിനൊന്നും ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഒപ്പം കാല് ഫുള്ളായിട്ട് നമ്മുടെ ചെവിയുടെ ഭാഗത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഷൂട്ടിംഗ് ആണ്. അതായത് നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞു, എനർജി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു, അത് ഷൂട്ട് ചെയ്ത് വിടണം. ആ ഷൂട്ട് ചെയ്ത് വിടുന്ന ആ പ്രോസസ്സാണ് നമ്മളെ കിപ്പപ്പ് എന്ന് പറയുന്ന ഒരു ശരിക്കും അതിൻ്റെ മേജർ പാർട്ട് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഷൂട്ടിംഗ് ആണ്. നമ്മൾ എങ്ങോട്ടേക്കാണ് ഷൂട്ട് ചെയ്യുന്നുള്ളതാണ്. ഇവിടെയാണ് ഈ പോയിന്റ് വെച്ചാൽ പല ആൾക്കാർക്കും മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. ഞാൻ കണ്ടിട്ടുള്ള കൂടുതൽ ആൾക്കാരും ഈ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു 45 ഡിഗ്രിയിലേക്കോ അല്ലെങ്കിൽ അതിലും താഴെയായിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്യാറ് മുൻപോട്ടേക്ക്. ശരിക്കും നമ്മൾ നിൽക്കുന്ന പ്രതലത്തിൻ്റെ 90 ഡിഗ്രി നേരെ മുകളിലോട്ടേക്കാണ് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടത്. ആംഗിൾ കഴിഞ്ഞ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആർച്ചാണ്. ഇവിടെയാണ് മറ്റൊരു പോയിന്റ് ആൾക്കാർ മിസ്റ്റേക്ക് ചെയ്യുന്ന വലിയൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ആർച്ചാണ്. ആക്ച്വലി നമ്മൾ ഫുൾ ബ്രിഡ്ജ് പോകുന്ന എങ്ങനെയാണോ ആ ഒരു ആർച്ച് രീതിയിൽ നമ്മൾ ബോഡി വരണം. പകരം നമ്മളത് ഷോർട്ട് കട്ട് ആക്കിയിട്ട് പെട്ടെന്ന് ഈ ആർച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫുള്ളായിട്ടുള്ള സ്റ്റാൻഡിങ് പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ അത് എപ്പോഴും കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ വരുന്ന കാര്യം കാലിൻ്റെ കിക്കാണ്. ആ കിക്ക് നമ്മൾ ഡ്രിൽസ് അത്യാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ കിക്കിന് പവർ കിട്ടും. ശരിക്കും കിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ആർച്ച് ഉണ്ടാകാൻ വേണ്ടിയിട്ടും ആർച്ച് കിട്ടാൻ വേണ്ടിയിട്ടും അപ്പം തന്നെ നമ്മൾ ലോവർ ബോഡി അങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പർ ബോഡി ശരിക്കും കൊണ്ടുപോകുന്നത് കൈയാണ്. ആ കൈയുടെ സപ്പോർട്ട് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് കിക്കാണ് മെയിൻ, കിക്കാണ് ഹോൾ ബോഡി കൊണ്ടുപോകുന്നൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആക്ച്വലി കിക്ക് ഒരു 50% അത്രയൊക്കെ ഉള്ളൂ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ താഴെയാണ് ശരിക്കും കിക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. കൈയാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്. കൈയും ആർച്ചുമാണ് ശരിക്കും നമ്മുടെ കിപ്പപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്ത പോയിന്റാണ് കൈയുടെ പുഷ്. നിങ്ങൾ ടൈമിംഗ് എന്നൊരു സംഭവമുണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് തന്നെ അതായത് കിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കൈ പുഷ് ചെയ്യേണ്ടതുണ്ട്. അത് ഡിലേ ആയി കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടില്ല. സാധാരണ ഇതിൽ ആൾക്കാർ ചെയ്ത് തുടങ്ങുമ്പോഴുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ടൈമിംഗ് ഡിലേ ആണ്. കൈ പുഷ് ചെയ്യുന്ന സമയത്ത് കാല് വരില്ല അല്ലെങ്കിൽ തിരിച്ചും വരില്ല. ഈ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പ്രാക്ടീസാണ്. അത് ഡ്രിൽസ് കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ടൈമിംഗ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ കോമൺ ആയിട്ട് കണ്ടിരുന്നൊരു മിസ്റ്റേക്ക്, ഷൂട്ടിങ്ങിൽ വരുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ലോഡിങ്ങും ഷൂട്ടിങ്ങും ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ലോഡ് ചെയ്ത് ഒരു സെക്കൻഡ് അവിടെ നിന്ന ശേഷം മാത്രമേ ഷൂട്ട് ചെയ്യാവൂ. അങ്ങനെ കൺഫ്യൂഷനുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് 1 കൗണ്ട് ചെയ്തതിന് ശേഷം ചെയ്യുക. അല്ലാതെ ചെയ്യുന്ന സമയത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വന്നപാട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡി ബാക്കോട്ടേക്ക് മൂവ് ചെയ്യാനൊരു ടെൻഡൻസി വരും. അത് തെറ്റായിട്ടുള്ളൊരു രീതിയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ലാൻഡിങ് ആണ് അടുത്ത പോയിന്റ്. അതിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആർച്ചാണ്. മിക്കവാറും ആൾക്കാർ ഈ ആർച്ച് കംപ്ലീറ്റ് ചെയ്യാതെ ചീറ്റ് ചെയ്യാറുണ്ട്, മുട്ടുമടക്കിയിട്ടൊക്കെ ചീറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കിപ്പപ്പ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആർച്ച് പക്കായിട്ട് ചെയ്യാൻ നോക്കുക. ഒപ്പം തന്നെ മുട്ട് മടക്കാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ടോൽ എപ്പോഴും ലാൻഡ് ചെയ്യുക. നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ലാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. എപ്പോഴും ടോൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചെയ്യുന്ന സമയത്ത് നിങ്ങളെപ്പോഴും നേരെ നോക്കാൻ ശ്രമിക്കുക. നിന്ന ശേഷം ലാൻഡ് ചെയ്ത ശേഷം മുട്ടുമടക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡ്രില്ലിലേക്ക് കിടക്കാം. ഡ്രില്ല് പ്രധാനമായിട്ട് വരുന്നത് ബാക്ക് റോൾ ആണ്. ബാക്ക് റോൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കാലടുപ്പിച്ച് വെച്ച് ഇരിക്കുക. ശേഷം 2 കൈ മുൻപിലേക്ക് വെച്ചിട്ട് ബാക്കോട്ട് നിന്ന് ലീൻ ചെയ്ത ശേഷം ചെവിയുടെ 2 വശത്തേക്കായിട്ട് കൈ വെച്ചിട്ട് റോൾ ചെയ്യുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഹാഫ് ബ്രിഡ്ജ് ആണ്. ഹാഫ് ബ്രിഡ്ജ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സെർവിക്കൽ സ്പൈൻ, അതായത് നമ്മുടെ കഴുത്തിൻ്റെ വേക്ക് വശം
ഭയങ്കര പ്രഷറിലായിരിക്കും. അപ്പോൾ ആ പ്രഷർ നിങ്ങൾക്ക് ഫെമിലറായി വരണമെങ്കിൽ ഈ ഹാഫ് ബ്രിഡ്ജ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഫുൾ ബ്രിഡ്ജ് ആണ്. നിങ്ങൾ ഹാഫ് ബ്രിഡ്ജ് ചെയ്ത അതേ പൊസിഷൻ തന്നെയാണ്, പക്ഷേ കൈ 2 സൈഡിൽ വെക്കുന്നതിന് പകരം നമ്മൾ നമ്മുടെ ചെവിയുടെ ബാക്കിലായിട്ട് വെച്ചിട്ട് നേരെ അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ അത്യാവശ്യം ഹാഫ് ബ്രിഡ്ജ് ചെയ്ത് എയിമായ ശേഷം മാത്രം ഇതിലേക്ക് പോകുന്നതാണ് നല്ലത്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കാല് കുറച്ച് വിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ് കിട്ടും. അത് പതുക്കെ പതുക്കെ ചെയ്താൽ മതി. നട്ടെല്ല് പരിക്ക് പറ്റാതെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ ഹാഫ് ബ്രിഡ്ജിന് കൂടെ തന്നെ പുഷപ്സ് ചെയ്യാൻ ശ്രമിക്കണം, ഈ ആർച്ചിൽ നിന്നുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ നിങ്ങൾ ആ പൊസിഷനിൽ നിന്നുകൊണ്ട് എണീക്കാൻ ശ്രമിക്കണം മുൻപിലേക്ക്. നമ്മൾ ആർച്ചിൽ നിന്നുകൊണ്ട് അങ്ങോട്ട് മുൻപിലേക്ക് എണീക്കുന്നത് നിങ്ങളുടെ ഹിപ്പപ്പ് ലാൻഡിങ് എത്തുന്ന സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് ഹലാസന എന്ന് പറയുന്ന ഒരു പൊസിഷനാണ്. യോഗയിലുള്ള ഒരു ആസനമാണ്, പ്ലോപ്പോസ് എന്ന് പറയും. നമ്മൾ മലർന്ന് കിടന്നിട്ട് കൈ 2 വശത്തേക്ക് വെച്ചിട്ട് കാലെടുത്തിട്ട് നമ്മുടെ തലയുടെ ബാക്കിലേക്ക് കൊണ്ടുപോവുക. ചെവിയുടെ 2 വശത്തായിട്ട് കാല് വരും, മുട്ട് വരും, കാൽമുട്ട്. ആ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കിപ്പപ്പിൻ്റെ ലോഡിങ് പൊസിഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ബോഡി പോസ്റ്റർ കിട്ടാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ സ്പൈനൽ ആയിട്ടുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒരു ഫെമിലർ ആകാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കഴുത്തിലേക്കുള്ള പുറത്തിലേക്കുള്ള സ്ട്രെയിൻ കുറയ്ക്കും. അടുത്ത ഡ്രിൽ എന്ന് പറയുന്നത് സർവാംഗാസനാണ്. സർവാംഗാസന മീൻസ് ഷോൾഡർ സ്റ്റാൻഡ് എന്ന് പറയും. അതായത് നമ്മൾ ഫുൾ നെക്കിലാണ് അതിൻ്റെ പൊസിഷൻ നിൽക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെട്ടെന്ന് കയറിയിട്ട് ഷോൾഡർ സ്റ്റാൻഡ് ചെയ്യാൻ നോക്കരുത്. പതുക്കെ പതുക്കെ ചെയ്ത് നമ്മൾ ഹാഫ് ബ്രിഡ്ജ് ചെയ്ത് പിന്നെ ഹലാസന ചെയ്ത് ശേഷം മാത്രം ഈ ഷോൾഡർ സ്റ്റാൻഡിലേക്ക് പോവുക. ഇത് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹിപ്പപ്പിൻ്റെ ആംഗിൾ 90 ഡിഗ്രി കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇത് മറിച്ച് നിങ്ങൾ ചെയ്യാതാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴുത്തിലേക്ക് വരും, സെർവിക്കൽ സ്പൈനിലേക്ക് വരുന്ന ലോഡിങ് ബോഡിക്ക് ഫെമിലിയർ അല്ലാതിരിക്കുകയും അത് തന്നെ നിങ്ങൾ ഈ കിപ്പപ്പ് ചീറ്റ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡ്രിൽസ് വരുന്നത്. ഇത് നിങ്ങൾ പറ്റുന്നത്ര പ്രാക്ടീസ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏത് ഏരിയ ആണ് അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ചില ആൾക്കാർക്ക് ബ്രിഡ്ജ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, സ്പൈനിന് ഫ്ലെക്സിബിലിറ്റി കുറവുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ റിപ്പീറ്റഡായിട്ട് പ്രാക്ടീസ് ചെയ്യുക. മിക്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും ഡ്രിൽസിനെ എങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് കിപ്പപ്പ് ആക്കാം എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ബാക്ക് റോളാണ് തുടങ്ങുന്നത്. ബാക്ക് റോൾ ചെയ്യുന്നു, ശേഷം കൈ 2 വശത്തും വെക്കുന്നു. അവിടെ നിന്ന് നമ്മൾ ഹലാസന പോസിലേക്ക് പോകുന്നു. അത് നമ്മൾ റിപ്പീറ്റഡ് ചെയ്യുക. ബാക്ക് റോൾ ടു ഹലാസന, ആ പോസ് നമ്മൾ ആ മൂവ്മെൻറ്റ് നമ്മൾ റിപ്പീറ്റഡ് ചെയ്തുകൊണ്ടിരിക്കുക കുറേ. ശേഷം അതിൻ്റെ കൂടെ ആ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് നമ്മൾ ഷോൾഡർ സ്റ്റാൻഡിലേക്ക് പോവുക. ഓക്കെ, അതും ആഡ് ചെയ്യുക. 3 മൂവ്മെൻറ്റും ആഡ് ചെയ്യുക. ശേഷം ഈ പൊസിഷനിൽ നിന്ന് ഷോൾഡർ സ്റ്റാൻഡിലേക്ക് പോയതിന് ശേഷം ആർച്ചിലേക്ക് വരിക, ഫുൾ ബ്രിഡ്ജിലേക്ക് വരിക. ശേഷം അവിടെ നിന്ന് നമ്മൾ എണീക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്റ്റെപ്പായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക, ആഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരിക. ഇത് നിങ്ങൾ ചെയ്ത് വരുമ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഭയങ്കര സ്മൂത്തായിട്ട് തോന്നും. ആ സമയത്ത് നിങ്ങളിത് സ്പീഡപ്പ് ചെയ്യുക. കാര്യങ്ങൾ കിക്ക് ഒന്ന് സ്പീഡപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഈ പുഷും ഒന്ന് സ്പീഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ക്ഷമയോടെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ധൃതി കൂട്ടിയിട്ട് ഈ ചീറ്റ് ചെയ്തിട്ട് ആർച്ച് കറക്റ്റ് ആക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഞാൻ കണ്ടിട്ടുള്ള ട്യൂട്ടോറിയൽസിലും വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടുത്തെ ആൾക്കാർ ചെയ്യുന്നത് ചീറ്റ് ചെയ്തിട്ടാണ്. അത് പക്ക പ്രൊഫഷണൽ മെത്തേഡ് അല്ലെങ്കിൽ പെർഫെക്റ്റ് മെത്തേഡ് അല്ല. അതും അങ്ങനെയും ചെയ്യാം, പക്ഷെ അതല്ല പെർഫെക്റ്റ് മെത്തേഡ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സ്പോട്ടിംഗ് ആണ് അടുത്ത പോയിന്റ്. സ്പോട്ടിങ്ങിൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് 1 ഹാൻഡ് സപ്പോർട്ടാണ്. 1 ഹാൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ആളുടെ സൈഡിലായിട്ട് അയാളുടെ ഫേസ് ചെയ്തുകൊണ്ട് നിന്നിട്ട് അയാളുടെ ഒരു കൈ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ വലിക്കുന്നതാണ് 1 ഹാൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അത് അയാളുടെ ഹാൻഡ് പുഷ് കുറവാണെങ്കിലാണ് നമ്മൾ ആ സപ്പോർട്ട് ചെയ്യാറ് സാധാരണ. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഷോൾഡർ സപ്പോർട്ടാണ്. അത്യാവശ്യം ആൾ ചെയ്തൊന്നായി കഴിഞ്ഞാൽ അയാളുടെ കൈയോടെ തന്നെ ചെയ്യും, പക്ഷേ ചെറിയൊരു സ്ലൈറ്റ് സപ്പോർട്ട് വേണമെന്നുള്ള സമയത്ത് നമ്മൾ അയാളുടെ കൈക്ക് വരും ആളുടെ ഷോൾഡർ, അതായത് ഈ ഭാഗത്തായിട്ട് നമ്മൾ മുൻപിൽ നിന്നുകൊണ്ട് താങ്ങിയിട്ട് നമ്മൾ വലിക്കുന്ന മെത്തേഡാണ്. ഓക്കെ, മൂന്നാമത്തെ മെത്തേഡ് ആർച്ച് കുറവായിട്ടുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹാൻഡ് പവർ ഉണ്ട്, പക്ഷേ ആർച്ച് എത്ര കളിച്ചിട്ടും റെഡി ആവുന്നില്ല എന്നുള്ള ആൾക്കാർക്കുള്ള സപ്പോർട്ടാണ്. അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സൈഡിൽ നിന്നുകൊണ്ട് മുട്ടുകുത്തി നിന്നിട്ട് ആളുടെ ഹിപ്പ് സപ്പോർട്ട് ചെയ്തിട്ട് ആൾ എണീക്കുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും സപ്പോർട്ട്സ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ഡ്രിൽസൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ക്ഷമ വേണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. സേഫ്റ്റി ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. സേഫ്റ്റി മസ്റ്റാണ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്നുള്ള സേഫ് ആണെന്നുള്ള തോന്നുന്ന സ്ഥലത്ത് മാത്രം ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒപ്പം തന്നെ സന്തോഷ വാർത്തയുണ്ട്. ഞാൻ ഓൾ കേരള ബേസ്ഡ് ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. മൂവ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ആർട്സും സ്പോർട്സും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, പഠിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, സമാന ചിന്താഗതിക്കാരായുള്ള ആൾക്കാർക്ക് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. ബ്രിങ്ക് ഇമ്പൾസ് മോഷൻ പ്രൊജക്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ താല്പര്യമുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഫോം ജസ്റ്റ് ഫില്ല് ചെയ്യുക. ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഞാനും എൻ്റെ ടീമും എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും നിങ്ങളെ കൂടെയുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള മൂവാണ്. ക്ഷമയോടെ പ്രാക്ടീസ് ചെയ്യുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരും. ഇറ്റ്സ് മീ ശ്രവൺ സത്യ ഫ്രം Aepiens. See you all. Bye.